ഇസ്ലാമോഫോബിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും പൊതു ചർച്ചകളിലും എഴുതുന്ന പലരും ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. ഇസ്ലാമോഫോബിയ എന്നത് ഒരു ഫോബിയാണ്. അതായത് വെള്ളത്തോടുള്ള ഭയം, പൂച്ചയോടുള്ള ഭയം, ഇരുട്ടിനോടുള്ള ഭയം, ഉയരത്തോടുള്ള ഭയം എന്നിവ പോലെ ഒരു മാനസിക ഭയം. ജലഭയത്തെ അക്വാഫോബിയ അഥവാ ഹൈഡ്രോഫോബിയ എന്ന് വിളിക്കുന്നത് പോലെ ഇസ്ലാമിനോടുള്ള ഭയമാണ് ഇസ്ലാമോഫോബിയ എന്ന് ലളിതമായി വിശദീകരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്നത് വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും വ്യക്തിപരമായ ഭയങ്ങളിൽ നിന്നും ഉയരുന്ന ഒന്നാണോ? ഒരിക്കലുമല്ല. ഇസ്ലാമോഫോബിയ അങ്ങനെ മനസ്സിലാക്കുന്നതിൽ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് വ്യക്തി മനഃശാസ്ത്രത്തിൻ്റെ പ്രശ്നം അതിനെ ചുരുക്കുന്നു എന്നതാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയ ഒരു സാമൂഹിക രാഷ്ട്രീയ ഘടനാ പ്രശ്നമല്ലെന്നും മറിച്ച് ചില വ്യക്തികളുടെ മനസ്സിലുള്ള ഒരു ഭയം മാത്രമാണെന്നും നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഇസ്ലാമോഫോബിയ അടിസ്ഥാനപരമായി ഘടനാപരമായ ഒരു പ്രശ്നമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഘടന എന്ന് പറയുമ്പോൾ സമൂഹത്തെ താങ്ങി നിർത്തുന്ന സാമൂഹികപരവും ആശയപരവും രാഷ്ട്രീയപരവും സാംസ്കാരികവും ദാർശനികവുമായ നിരവധി സംവിധാനങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്യക്തികൾ പോലും ഈ ഘടനകളുടെ പുറത്തല്ല ജീവിക്കുന്നത്. അവർ കാണുന്ന സിനിമകൾ, വായിക്കുന്ന പത്രങ്ങൾ, കേൾക്കുന്ന വാർത്തകൾ, പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ, സംസാരിക്കുന്ന സുഹൃത്ത് വലയങ്ങൾ, പങ്കെടുക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക ഇടങ്ങൾ എന്നിവയിലൂടെയെല്ലാം തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഭയങ്ങളും മുൻവിധികളും രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയെ വെള്ളത്തോടുള്ള ഭയം പോലെയോ ഹൊറർ സിനിമ കാണാനുള്ള ഇഷ്ടമില്ലാത്ത ഒരാളുടെ വ്യക്തിഗത അനിഷ്ടം പോലെയോ മനസ്സിലാക്കാൻ കഴിയില്ല. ഇസ്ലാമോഫോബിയ ഒരു വ്യക്തിപരമായ അഭിരുചി പ്രശ്നവുമല്ല. അത് ഘടനാപരമായ മുസ്ലിം വിരുദ്ധ വംശീയതയുടെ പ്രശ്നമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ സ്ട്രക്ചറൽ ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കാം. തീർച്ചയായും വ്യക്തികളുടെ പെരുമാറ്റങ്ങളിലും ഭാഷയിലും ഇടപെടലുകളിലും ഇസ്ലാമോഫോബിയ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ വ്യക്തികൾ ജീവിക്കുന്നത് സമൂഹം നിർമ്മിച്ചിട്ടുള്ള ആശയപരവും സാമ്പത്തികവും രാഷ്ട്രീയപരമായ ഘടനകളുടെ ഉള്ളിലാണ്. അതിനാൽ വ്യക്തികളുടെ മുസ്ലിം വിരുദ്ധ സമൂഹങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അവ പ്രവർത്തിക്കുന്ന സാമൂഹിക ഘടനയും കൂടി സമൂഹങ്ങളെയും നമ്മൾ കാണേണ്ടതുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ മുസ്ലിം വിരുദ്ധ വംശീയതയാണ്. മുസ്ലിങ്ങളായി സ്വയം തിരിച്ചറിയുന്നവരോടോ മറ്റുള്ളവർ മുസ്ലിങ്ങളായി തിരിച്ചറിയുന്നവരോടോ ഉള്ള വിവേചനം, അനീതി, ബഹിഷ്കരണം, പുറന്തള്ളൽ, ശാരീരികവും മാനസികവുമായ ആക്രമണം, ഉന്മൂലനത്തിലുള്ള ആഹ്വാനം എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വംശീയ പദ്ധതിയാണ് ഇസ്ലാമോഫോബിയ. അതുകൊണ്ട് തന്നെ അത് കേവലം ഒരു മനഃശാസ്ത്ര പ്രശ്നമല്ല. അത് അധികാരബന്ധങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അറിവുൽപ്പാദനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നമാണ്. എന്നാൽ ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമോഫോബിയ കേവലം മനഃശാസ്ത്ര പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ അതിന് മനഃശാസ്ത്രപരമായ ഒരു തലമില്ല എന്നതിന് അർത്ഥമില്ല. ഇസ്ലാമോഫോബിയ എന്നത് വംശീയതയ്ക്ക് ഒരു മനഃശാസ്ത്ര തലം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ചില വിവാഹങ്ങളെ അനിഷ്ടം പുലർത്തുന്നത്? എന്തുകൊണ്ടാണ് ചില മുസ്ലിങ്ങളെ ഭീഷണിയെ കാണുന്നത്? എന്തുകൊണ്ടാണ് ചിലർ മുസ്ലിങ്ങളുടെ വെറുപ്പിനെ സ്വാഭാവികം തന്നെ കരുതുന്നത്? ഇത്തരം ചോദ്യങ്ങൾ സൈക്കോളജി ഓഫ് ഇസ്ലാമോഫോബിയ എന്ന പഠന മേഖല പരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഈ മനഃശാസ്ത്ര തലവും ഘടനാപരമായ ഇസ്ലാമോഫോബിയയുടെ പശ്ചാത്തലത്തെ മനസ്സിലാക്കാൻ കഴിയും. ഒരു വ്യക്തിക്ക് ഒരു കൂട്ടത്തോട് ഇഷ്ടമോ അനിഷ്ടമോ തോന്നുന്നത് കേവലം വ്യക്തിഗതപരമായ ഒരു വികാരമല്ല. ആ വികാരങ്ങളെ സമൂഹം നിർമ്മിക്കുന്നു. മാധ്യമങ്ങൾ, സിനിമകൾ, സാഹിത്യങ്ങൾ, മതപ്രഭാഷണങ്ങൾ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ, നിയമങ്ങൾ, പോലീസ് നടപടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബ സംഭാഷണങ്ങൾ, സുഹൃത്ത് വലയങ്ങൾ എന്നിവയൊക്കെ ചേർന്നാണ് വ്യക്തികളുടെ മനോഭാവങ്ങൾ രൂപപ്പെടുന്നത്. അതായത് ഒരാളുടെ ഉള്ളിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നത് അയാളുടെ സ്വകാര്യ മനസ്സിൻ്റെ ഒരു പ്രശ്നമല്ല. അയാൾ ജീവിക്കുന്ന സമൂഹം അയാളെ അങ്ങനെ ചിന്തിക്കാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. അതേസമയം വ്യക്തിക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള കഴിവുമുണ്ട്. ചിലർ ഇസ്ലാമോഫോബിയെ മറികടക്കാൻ ശ്രമിക്കുന്നു, ചിലർ അതിനെ ബോധപൂർവ്വം സ്വീകരിക്കുന്നു, ചിലർ അറിയാതെ അതിൻ്റെ വാഹകരായി മാറുന്നു. ഈ അർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ വ്യക്തിപരമായും പ്രവർത്തിക്കുന്നു, മനഃശാസ്ത്രപരമായും പ്രവർത്തിക്കുന്നു. പക്ഷേ അത് വ്യക്തിപരമായോ മനഃശാസ്ത്രപരമായോ മാത്രം പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനം ഘടനാപരമാണ്, അഥവാ സ്ട്രക്ചറലാണ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ മനസ്സിലാക്കേണ്ടത് വ്യക്തി, മനഃശാസ്ത്രം, സമൂഹം, രാഷ്ട്രീയം, സ്ഥാപനങ്ങൾ, അധികാരം എന്നിങ്ങനെ പലതുവിധ ചേർന്ന സങ്കീർണമായ ഘടനയായി ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമോഫോബിയ രോഗമാണ് എന്ന് പറയുന്നതിന് മറ്റൊരു അടിസ്ഥാന പ്രശ്നം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഒരാൾ രോഗിയാകുന്നത് അയാളുടെ മാത്രം ചോയ്സിൻ്റെ ഫലമല്ല. ഒരു മനുഷ്യനും സ്വയം രോഗിയായിരിക്കാനോ രോഗിയായി കാണപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല. രോഗാവസ്ഥ അത് ശാരീരികമായാലും മാനസികമായാലും വ്യക്തിയുടെ വ്യക്തിഗത പരാജയം മാത്രം കാണാൻ കഴിയില്ല. അത് പലപ്പോഴും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ തന്നെ മാറിയിട്ടുണ്ട്. ആരോഗ്യരംഗം പൂർണ്ണമായും വ്യക്തിയുടെ ശരീരത്തെ മാത്രം നോക്കുന്ന ഒരു മേഖലയല്ല. രോഗം, ചികിത്സ, പരിചരണം, മാനസികാരോഗ്യം, മരുന്നുകളുടെ ലഭ്യത, ആശുപത്രികളിലേക്കുള്ള പ്രവേശനം, ദാരിദ്ര്യം, തൊഴിൽ, ഭക്ഷണം, താമസം, കുടുംബ സാഹചര്യം, സാമൂഹിക പിന്തുണ, ഭരണകൂടത്തിൻ്റെ ആരോഗ്യ നയങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് ഒരാളുടെ ആരോഗ്യ വ്യവസ്ഥ നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രോഗാവസ്ഥ ഒരു വ്യക്തിപരമായ അവസ്ഥ മാത്രമല്ല, അതൊരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമോഫോബിയ രോഗം എന്ന് വിളിക്കുന്നത് രണ്ട് തരത്തിൽ പ്രശ്നകരമാണ്. ഒന്ന്, അത് ഇസ്ലാമോഫോബിയയെ വ്യക്തിയുടെ മനഃശാസ്ത്രപരമായ പ്രശ്നമായി ചുരുക്കുന്നു. രണ്ട്, രോഗത്തെയും രോഗികളെയും കുറിച്ചുള്ള തെറ്റായ സാമൂഹിക ധാരണകളെ വീണ്ടും ഉറപ്പിക്കുന്നു. രോഗം എന്നത് കുറ്റക്കാരനല്ല, രോഗാവസ്ഥ എന്നത് ആരെങ്കിലും ബോധപൂർവ്വം തിരഞ്ഞെടുത്തൊരു നിലയുമല്ല. എന്നാൽ
ഇസ്ലാമോഫോബിയ പലപ്പോഴും ബോധപൂർവമായും അബോധപരമായും രാഷ്ട്രീയപരമായും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വംശീയ ഘടനാപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയയെ രോഗമായി വിശേഷിപ്പിക്കുമ്പോൾ ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഭാഷയിലേക്ക് തെറ്റായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയയെ വിമർശിക്കാൻ എന്ന പേരിൽ രോഗാവസ്ഥയെ അപമാനിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നതും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് രോഗികളെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിന് കൂടുതൽ മാർജിനലൈസ് ചെയ്യാൻ ഇടയാക്കും. രോഗികൾ സമൂഹത്തിൽ നേരിടുന്ന ഒറ്റപ്പെടൽ, പരിഹാസം, അപമാനം, കുറ്റപ്പെടുത്തൽ, തൊഴിൽ, കുടുംബ, സാമൂഹിക മേഖലകളിൽ നിന്നുള്ള പുറന്തള്ളൽ എന്നിവ നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്ലാമോഫോബിയ ഒരു രോഗമാണ് എന്ന് പറയുന്നത് വിമർശനപരമായി കൃത്യമല്ലാത്തതും സാമൂഹികമായി ഉത്തരവാദിത്തമില്ലാത്തതുമായ ഒരു സമീപനമാണ്. ഇസ്ലാമോഫോബിയ രോഗമായി കാണുന്നതിന് പകരം അതിനെ മുസ്ലിം വിരുദ്ധ വംശീയതയായും ഘടനാപരമായ അധികാര പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, രോഗാവസ്ഥയെ വ്യക്തിയുടെ കുറ്റമായി കാണാൻ പാടില്ലാത്തതുപോലെ തന്നെ ഇസ്ലാമോഫോബിയയെ വ്യക്തിയുടെ നിരപരാധിയായ രോഗാവസ്ഥയെ കാണാനും പാടില്ല. രോഗിക്ക് ചികിത്സയും സാമൂഹിക പിന്തുണയും വേണം. എന്നാൽ ഇസ്ലാമോഫോബിയയ്ക്ക് രാഷ്ട്രീയമായ വിമർശനവും ഘടനാപരമായ പ്രതിരോധവും സ്ഥാപനപരമായ ചോദ്യം ചെയ്യലുമാണ് ആവശ്യം. ഈ രണ്ടിനെയും തമ്മിൽ കുഴയ്ക്കുന്നത് രോഗത്തെയും ഇസ്ലാമോഫോബിയയും ഒരുപോലെ തെറ്റായി മനസ്സിലാക്കുന്നതിൽ നമ്മളെ നയിക്കും. അതിനാൽ ഇസ്ലാമോഫോബിയ ഒരു രോഗമാണ് എന്ന് ലളിതമായി പറയുന്നത് പ്രശ്നത്തെ തെറ്റായി ചുരുക്കുന്നതാണ്. ഇസ്ലാമോഫോബിയ വ്യക്തികളുടെ ഭയത്തിൻ്റെ പേരല്ല, അത് മുസ്ലിങ്ങളുടെ അപരരാക്കുകയും ഭീഷണിയായി നിർമ്മിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന സാമൂഹിക രാഷ്ട്രീയ ഘടനയുടെ പേരാണ്. അതിന് വ്യക്തിപരമായ പ്രകടനങ്ങളുണ്ട്, മനഃശാസ്ത്രമായ തലങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ശക്തി ഘടനാപരമായ വംശീയതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ ഒരു രോഗമല്ല, അത് മുസ്ലിങ്ങളെ അപരരാക്കുകയും ഭീഷണിയായി നിർമ്മിക്കുകയും വിഭജനത്തിന് പുറന്തള്ളൽ ആക്രമണത്തിന് വിധേയരാക്കുകയും ചെയ്യുന്ന സാമൂഹിക രാഷ്ട്രീയ ഘടനയാണ്. അതിന് വ്യക്തിയുടെ ഭയമെന്നോ രോഗമെന്നോ ചുരുക്കാതെ അധികാരം, സമൂഹം, രാഷ്ട്രീയം, സ്ഥാപനങ്ങൾ, അറിവുൽപാദനം എന്നിവയുടെ തലങ്ങളിൽ വിശകലനം ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.